ഹലോ നമസ്കാരം. ഓക്കെ, നമ്മളിന്ന് വന്നിട്ടുള്ളത് ബ്ലാക്ക് ഒപ്പിയത്തിൻ്റെ റിവ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ബ്ലാക്ക് ഒപ്പിയം എല്ലാവർക്കും അറിയാവുന്ന പെർഫ്യൂമാണിത്. YSLൻ്റെ വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള പെർഫ്യൂമുകളിൽപ്പെട്ട ഒരു പെർഫ്യൂം, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാര്യം YSLൻ്റെ പെർഫ്യൂംസൊക്കെ എല്ലാം പോപ്പുലറാണ്. അപ്പോൾ അതിൽപ്പെട്ടൊരു പെർഫ്യൂമാണ് ബ്ലാക്ക് ഒപ്പിയം. ബ്ലാക്ക് ഒപ്പിയത്തിൻ്റെ EDP വേർഷനാണ് നമ്മുടെ കയ്യിലുള്ളത്. നമുക്ക് ബോട്ടിലൊന്ന് പരിശോധിക്കാം. ബോട്ടിൽ അത്യാവശ്യം നല്ല കിടിലൻ ലുക്കിൽ ഇറക്കിയിട്ടുള്ളത്. അത്രയ്ക്കും യുണീക്ക് ആയിട്ടുള്ളൊരു ബോട്ടിലാണ് ഇതിൻ്റെ. ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ കിടിലനാണ്. നമ്മുടെ കയ്യിൽ ഇതൊന്നും വെക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ ആ ഒരു സൈഡിലൊക്കെ ഉള്ള ആ ഒരു ഒര പോലെ ഫീൽ ചെയ്യുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, ഒരു ഗാലക്സി സെറ്റപ്പൊക്കെ അതിൽ വരുന്നത്. ഭയങ്കര യൂണീക്കായിട്ടുള്ള ഭയങ്കര ഹാൻഡ്ലി ആയിട്ടുള്ളൊരു പെർഫ്യൂം. അതിൻ്റെ സെൻട്രലായിട്ട് നമുക്ക് കാണാൻ പറ്റും ഒരു ബ്ലാക്ക് ഒപ്പി എന്ന മെൻഷനിങ്ങൊക്കെ നടത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബോട്ടിലിൽ ആ ഒരു ഹാൻഡിൽ ചെയ്യുന്ന ക്യാപ്പ് ഉണ്ടല്ലോ, അതും കിടിലനാണ്. അതും നമുക്ക് ആ ഒരു സാധനം ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ക്യാപ്പിൽ മാത്രമായിട്ട് നമുക്ക് ഈ ബോട്ടിലിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അത്രയും നല്ല ഫിനിഷിങ്ങിലും ക്വാളിറ്റിയിലാണ് മേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെയൊക്കെയാണ് ആ ഒരു ബോട്ടിലിൻ്റെ കാര്യങ്ങൾ വരുന്നത്. നമുക്ക് ഈ സാധനം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, അതാണല്ലോ മെയിൻ. നമ്മുടെ കയ്യിലേക്ക് ചെയ്യുമ്പം അറ്റോമൈസർ നല്ല ക്വാളിറ്റിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനൊന്ന് ട്രൈ ചെയ്ത സമയത്ത് ഈ ഒരു പെർഫ്യൂമിൻ്റെ ക്വാളിറ്റി, ഈ പെർഫ്യൂമിൻ്റെ മെയിനായിട്ട് വരുന്ന നോട്ട്സ് ഉണ്ടല്ലോ, കോഫി ഫ്ലോറൽ, ഇത് രണ്ടും സ്പോട്ടിൽ എനിക്ക് അടിച്ച് കയറുന്നുണ്ട്. ആ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സാധനം. ഇതിൽ നമ്മൾ പറയുന്നത് നമുക്ക് കിട്ടുന്നത് കോഫി സ്റ്റാർട്ടിങ്ങിൽ കിട്ടുന്നുണ്ട്, പക്ഷേ ടോപ്പ് നോട്ടിൽ കാണിക്കുന്നത് പേള്, പിങ്ക് പെപ്പർ, ഓറഞ്ച് ബ്ലോസൊക്കെയാണ്. പക്ഷേ നമുക്ക് കോഫീൻ്റെ ഒക്കെ ഒരു നോട്ട് സ്റ്റാർട്ടിങ്ങിലേ വരുന്നുണ്ട്. പിന്നെ മിഡിൽ നോട്ടിലേക്ക് വരുമ്പോൾ കോഫി, ജാസ്മിൻ, പിന്നെ ബിട്രാൾമെൻറ്റ്, അങ്ങനെയൊക്കെയാണ് മിഡിൽ നോട്ടിലേക്ക് വരുന്നത്. ലാസ്റ്റിലേക്ക് ബേസൊക്കെ ആകുമ്പോൾ പിന്നെ ഒരു വുഡിയിലേക്ക് മാറുന്നുണ്ട്, ഒരു വാനില, കേദാർ വുഡ്, അങ്ങനെയൊക്കെ ഒരു വുഡിയിലേക്ക് ആയിട്ട് ലേശം പച്ചോളിനൊക്കെ ഒരു സെറ്റപ്പിൽ വുഡിയിലേക്ക് ആ ഒരു സെറ്റപ്പിലേക്ക് മാറുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇതിൻ്റെ ടോപ്പിലും എൻ്റെയിലും ഒക്കെ ആയിട്ട് ഈ കോഫിയും ഫ്ലോറിലും ഇങ്ങനെ കളിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് വാനിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഈ ഒരു മിക്സിങ് ഇങ്ങനെ കളിച്ചു കൊടുക്കുന്നുണ്ട്. അതാണ് ഈ ഒരു പെർഫ്യൂമിനെ മറ്റേത് പെർഫ്യൂമിൽ നിന്ന് യൂണീക്ക് ആക്കുന്നത്. ഇത് ആക്ച്വലി ഒരു ലേഡീസ് ഫാഷൻ എന്ന് പറയാൻ പറ്റില്ല. ലേഡീസും മെന്നും ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട് ഈ പെർഫ്യൂം. ആക്ച്വലി ഇതൊരു യൂണിസെക്സ് വേർഷനാണ്. പക്ഷേ ലേഡീസും ഒരുപാട് ആൾക്കാർ മേടിച്ചു കൊണ്ടുപോകുന്നുണ്ട്, മെന്നും മേടിച്ചു കൊണ്ടുപോകുന്നുണ്ട്. രണ്ടുപേർക്ക് ഈ ഒരു സാധനം ഭയങ്കര ഇഷ്ടമാണ്. ലേഡീസ് ഒരു ഇഷ്ടപ്പെടുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഒരു ഫ്ലോറൽ ടച്ചിൽ വരുന്നതുകൊണ്ടാണ്. മെന്നാണെങ്കിൽ ഒരു കോഫി സെറ്റപ്പിലൊക്കെ നോക്കുന്ന സമയത്ത് മെൻസും ഇത് ഇഷ്ടംപോലെ യൂസ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടും ഏതൊരാൾക്കും മേടിക്കാൻ പറ്റുന്ന കിടിലൻ പെർഫ്യൂമാണത്. അതിൽ യാതൊരു ഡൗട്ടും ആർക്കും വേണ്ട. കാര്യം ഇങ്ങനെ കിട്ടുന്ന ഒരു ഫീലിങ്സ് നമ്മുടെ ഈ ഒരു പെർഫ്യൂം, അല്ലെങ്കിൽ ഈ പെർഫ്യൂം എന്നല്ല ഏത് പെർഫ്യൂം ആണെങ്കിലും യൂസ് ചെയ്യുന്നത് നമുക്ക് വേറൊരാൾ ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അത്യാവശ്യം കോംപ്ലിമെൻറ്റ്സ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് പെർഫ്യൂമും യൂസ് ചെയ്യുന്നത്. മെയിനായിട്ട് ലക്ഷറി പെർഫ്യൂംസ് കേട്ടോ യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് നമ്മൾ ഇതുപോലെ കോംപ്ലിമെൻറ്റ്സ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മേടിക്കാൻ പറ്റുന്ന, ഉറപ്പായിട്ടും മേടിക്കാൻ പറ്റുന്ന കിടിലൻ പെർഫ്യൂമാണ് ഈ ബ്ലാക്ക് ഒപ്പി എന്ന് പറയുന്നത്. ഇതിൻ്റെ 30 ml 50 ml ഒക്കെ കയ്യിലുണ്ട്. എൻ്റെ കയ്യിലുള്ളപ്പോൾ 90 ml ആണ്, വലിയ ബോട്ടിലാണ്. ചെറുതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ അതൊന്ന് മേടിച്ച് നോക്കാം. ഇപ്പോൾ ആദ്യമായിട്ടാണ് മേടിക്കാൻ വിചാരിക്കുന്നതെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ബ്ലൈൻഡായിട്ട് തന്നെ മേടിക്കാൻ പറ്റും. ഒരു കളക്ഷൻ ലിസ്റ്റിലൊക്കെ തീർച്ചയായിട്ടും വെക്കാൻ പറ്റുന്ന കിടിലൻ പെർഫ്യൂമാണ്. അത്രയ്ക്കും ഉണ്ട്. ഇതിൻ്റെ ഒരു ഫ്രാഗ്രൻസ് ഇപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് എനിക്കിപ്പോൾ തന്നെ അടിച്ച് കയറുന്നുണ്ട്. ആ ഒരു പ്രൊഡക്ഷൻ നന്നായിട്ട് ഇപ്പോൾ എനിക്ക് കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത്രയ്ക്കും ഫീലിംഗ് ആണത്. അത്രയ്ക്കും ഒരു സ്വീറ്റ് ഒക്കെ ആയിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് കിട്ടുന്ന ഒരു പെർഫ്യൂമാണിത്. തീർച്ചയായിട്ടും എല്ലാവരും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇനിയിപ്പം എല്ലാവർക്കും ബഡ്ജറ്റ് അത്യാവശ്യം നല്ല പ്രൈസ് റേഞ്ച് ഉണ്ട്. ഒരു 9K 10K റേഞ്ചിലൊക്കെ വരുന്നൊരു പെർഫ്യൂമാണിത്. പക്ഷേ റേറ്റ് വരുന്നുണ്ട് എങ്കിൽ പോലും ചെറുതായിട്ടെങ്കിലും ഒന്ന് ചെറിയ എമ്മലൊക്കെ മേടിച്ചിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.